ഹായ് ഗൈസ്, ഞങ്ങൾ കൊടൈക്കനാൽ ലേക്കിൻ്റെ അടുത്തെത്തി. നൈറ്റാണ്. അപ്പോൾ നൈറ്റ് ചെറിയൊരു പർച്ചേസും കാര്യങ്ങളൊക്കെ നടത്താൻ വിചാരിച്ച് ഇറങ്ങിയിരിക്കുകയാണ് റോഡിലോട്ട്. അപ്പോൾ ലേക്കിൻ്റെ മുകളിലോട്ടാണ് ഞങ്ങൾ നടക്കുന്നത്. അവിടെ ബാക്കിലാണ് ലേക്ക്. ലേക്ക് കഴിഞ്ഞ് പാലം കഴിഞ്ഞ് നേരെ മുകളിലോട്ട് വന്നു. അപ്പോൾ ഇവിടുത്തെ പർച്ചേസിങ് സെക്ഷനൊക്കെ ഒന്ന് കണ്ട് നൈറ്റ് ലൈഫ് ആസ്വദിക്കാം. അപ്പോൾ ഇതാണ് ഈ വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഉടനെ വരുന്നതാണ്. സ്റ്റേ ട്യൂൺ. കൊടൈക്കനാൽ എത്തിയപ്പോൾ തന്നെ നല്ല ലേറ്റായി. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒരു പർച്ചേസിങ്ങിന് ഇറങ്ങാമെന്ന്. അങ്ങനെ ലേക്കിൻ്റെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന പർച്ചേസിങ് ഏരിയയിലാണ് ഞങ്ങൾ എത്തിച്ചേർന്നത്. ഏതാണ്ട് ഒരു 7 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ പർച്ചേസിന് ഇറങ്ങി തുടങ്ങിയത്. ആദ്യം തന്നെ ഞങ്ങൾ തണുപ്പിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള കോട്ടുകൾ തന്നെ വാങ്ങിച്ചു. ജാക്കറ്റ് എല്ലാവരും മേടിച്ചു. ഫുട്പാത്തിൽ 100 രൂപയ്ക്ക് തൊട്ട് അവൈലബിളാണ്. 200, 300, 500 അങ്ങനെ പല റേറ്റിലുണ്ട്. നല്ല ക്വാളിറ്റി നോക്കി സെലക്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല സാധനം നമുക്ക് റേറ്റ് കുറച്ച് വാങ്ങിക്കാൻ പറ്റും. അതുപോലെ തന്നെ അനേകം ഷോപ്പുകൾ അവിടെ അവൈലബിൾ ആയിരുന്നു. ഞങ്ങൾ എല്ലാ ഷോപ്പുകളും കയറി ഒന്ന് കറങ്ങി കുറേ പ്രോഡക്റ്റ്സുകൾ വാങ്ങിച്ചു. ആദ്യം തന്നെ ഞങ്ങൾ ജാക്കറ്റ് തന്നെയാണ് മേടിച്ചത്. കാരണം ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ നല്ല തണുപ്പായി തുടങ്ങിയിരുന്നു. തണുപ്പിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് എല്ലാവർക്കും ജാക്കറ്റ് അത്യാവശ്യമായിരുന്നു. ആരും കയ്യിൽ കരുതിയിട്ടില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ 2-3 കടകളിൽ കയറി നോക്കി നല്ല ജാക്കറ്റ് നോക്കി സെലക്ട് ചെയ്തെടുക്കുകയുണ്ടായി. ഇതിനുശേഷം ഞങ്ങൾ അടുത്തുള്ള ഷോപ്പുകളിലേക്ക് യാത്രയായി. കുറേ സീറ്റ്സൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളുണ്ടായിരുന്നു. അടുത്തടുത്തായി കുറേ സീറ്റ്സിൻ്റെ ഷോപ്പുകൾ മാത്രമായിട്ടുള്ള സ്ഥലമായിരുന്നു അത്. അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് സീറ്റ്സൊക്കെ മേടിച്ചു. പിന്നെ കളിപ്പാട്ടങ്ങൾ, കുട്ടികളെ പറ്റിക്കാൻ പറ്റിയ കുറേ കളിപ്പാട്ടങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ നോക്കി. പിന്നെ സ്ത്രീകൾക്കുള്ള കമ്മൽ, ചെരുപ്പ്, ബാഗ് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം സ്ഥിതി ഉള്ള ഷോപ്പുകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അവിടെ എല്ലാം കയറി വിലയൊക്കെ ചോദിച്ചു. അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം പർച്ചേസ് ചെയ്തു. ഞങ്ങൾ നൈറ്റ് ലൈഫ് വളരെ സന്തോഷകരമായ ഒരു പർച്ചേസിങ്ങിലൂടെയാണ് ആദ്യത്തെ ദിവസത്തെ നൈറ്റ് ഞങ്ങൾ ആസ്വദിച്ചത്. അത് കഴിഞ്ഞ് നമ്മൾ എത്തിച്ചേർന്നത് ഏതെടുത്താലും 10 രൂപ, 20 രൂപ എന്ന നിരക്കിൽ ഉള്ള പ്രോഡക്റ്റുകളുള്ള സ്ഥലത്താണ്. അവിടെ ഞങ്ങൾ എല്ലാവർക്കും ഓരോ ബേസിൻ തന്നു. ആ ബേസിനിലാണ് ഞങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന സാധനങ്ങളെല്ലാം സെലക്ട് ചെയ്യേണ്ടത്. അങ്ങനെ ഞങ്ങൾ അവിടെയും കയറി ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളെല്ലാം സെലക്ട് ചെയ്തു. യഥാർത്ഥം പറഞ്ഞാൽ എല്ലാ യാത്രകളുടെയും അവസാനമാണ് പർച്ചേസിങ് ഉള്ളതെങ്കിലും ഞങ്ങൾ എത്തിച്ചേർന്ന ടൈം അനുസരിച്ച് ഞങ്ങൾ ആദ്യ ദിവസം തന്നെ പർച്ചേസിങ്ങാണ് ആദ്യം നടത്തിയത്. പിന്നെ കുറേ പ്രോഡക്റ്റ്സ് ഉണ്ട് അവിടെ. കീ ചെയിൻ തൊട്ട് വള, കമ്മൽ തൊട്ട് അങ്ങനെ ലേഡീസിനെ ആകർഷിക്കാൻ പറ്റിയ കുറേ സാധനങ്ങൾ അവിടെ ഉണ്ട്. ഇതെല്ലാം ഞങ്ങൾ കയറി ഇറങ്ങി അത്യാവശ്യമുള്ള സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് ശേഷം ഞങ്ങൾ അവിടെ സ്ഥിതി ചെയ്യുന്ന ഹോട്ടലുകളിലേക്കാണ് പോയത്. ഞങ്ങൾ രാത്രി കഴിക്കാനുള്ള ഫുഡ് ഹോട്ടലിൽ നിന്ന്, അതായത് ചെറിയ തട്ടുകട, നാട്ടിൻ്റെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ തട്ടുകട, അവിടെ കയറി ഞങ്ങൾ എല്ലാവരും ഫുഡും കഴിച്ചു. അങ്ങനെ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ ഉടനെ വരുന്നതാണ്. സബ്സ്ക്രൈബ് ആൻഡ് വാച്ച്.